ഉമ്മയായാലും ഉപ്പയായാലും ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമദ് സക്കാഫിയുടെ വിവാഹവേദിയിലുണ്ടായ ഒരു പാട്ട് അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സമദ് സക്കാഫി പറയുന്നത്. തങ്ങളുടെ ജീവിതം ഹബീബായ നബി തങ്ങളുടെ മദഹ് പറഞ്ഞു തന്നെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് അത്തരത്തിലൊരു പരിപാടി ഉണ്ടാക്കിയതെന്നും, പക്ഷേ ആ ഇടയിൽ ഒന്ന് രണ്ട് വരികൾ വരുത്തിയ വലിയ പ്രശ്നങ്ങൾ സമദ് സക്കാഫിയുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും തന്നെ, അതുകൂടാതെ തൻ്റെ ഭാര്യയായ റുഷ്ദയുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനുമെല്ലാം വളരെ വലിയ വിഷമമാണ് നൽകുന്നത് എന്നാണ് സമദ് സക്കാഫി സങ്കടത്തോടു കൂടി പറയുന്നത്. എന്തിനേറെ പറയുന്നു, ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ പേര് റുഷ്ദ എന്നായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ മാറ്റി നിർത്തി പരിഹസിക്കുന്ന അവസ്ഥയിലേക്കാണിത് വന്നെത്തുന്നത് എന്നാണ് സമദ് സക്കാഫി പറയുന്നത്. ഞങ്ങളുടെ പക്കൽ നിന്നും ഒരു വീഴ്ചയാണ് സംഭവിച്ചത്. ആ പാട്ട് രചിച്ച ആൾ അതിമനോഹരമായ ഹബീബിനെ കുറിച്ചുള്ള രചനകൾ നടത്തിയ ആളാണെന്നും ചെറിയ പിഴവുകളാണ് ഇതിന് വലിയ പ്രശ്നമുണ്ടാക്കിയത് എന്നും ഇനി ഞങ്ങളെ അത്തരത്തിൽ നിങ്ങൾ ക്രൂശിക്കരുത് എന്നൊക്കെയാണ് സമദ് സക്കാഫി വേദനയോടുകൂടി പറഞ്ഞത്. പുറത്ത് നിൽക്കായിരുന്നു. ഒരു പാട്ടൊക്കെ പാടി കഴിഞ്ഞു. ഞാൻ ഇറങ്ങി പോകണമെന്ന് യാത്ര പറയണം. ആ ടൈമിൽ എന്നോട് നമസ്ത ഞാൻ ഇങ്ങനെ പാടിയപ്പോൾ എടാന്നുള്ളൊരു പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൊരുത്തപ്പെട്ടല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം ഞാൻ കേട്ടിട്ടില്ലല്ലോ. കേൾക്കാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല എന്താ പാടുന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് കുഴപ്പമില്ല പോയിക്കോന്ന് പറഞ്ഞു. ഞങ്ങളുടെ മധുഹ പാട്ടിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ അതുകൊണ്ട് വേറെയും പല നേട്ടങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ മുസ്ലിമീങ്ങളാകുമ്പോൾ മുസ്ലിമീങ്ങളെ വിശ്വാസം അനുസരിച്ച് നമുക്ക് മധുഹ് എന്നുള്ളത് നമ്മുടെ പ്രവാചകൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ വർണ്ണിക്കുക, അവിടുത്തെ മധുഹ് പറയാം എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ മധുഹ് പറയലും പാടലും കേൾക്കലൊക്കെ നമുക്കൊരു വലിയ പുണ്യകർമ്മമാണ്. അപ്പോൾ അത് നമ്മുടെ നല്ല ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യുമ്പോൾ അത് നമുക്ക് അതാണ് അതിൻ്റെ തുടക്കമായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ കാണും എന്നുള്ളൊരു വിശ്വാസം മുസ്ലിമീങ്ങളായി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ നിലക്കാണ് ഇങ്ങനെ സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിന് പുറമെ ഈ ലൈവ് അത് എന്നും നമുക്ക് ഓർമ്മയ്ക്കായി കാണാം, ഏത് ടൈമിൽ വേണമെങ്കിൽ എടുത്ത് നോക്കാം എന്ന നിലക്ക് മാത്രമാണ് ലൈവ് എന്നുള്ളൊരു സംഭവം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിലൂടെ എത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് അറിയില്ല, ആരും പ്രതീക്ഷിക്കില്ലല്ലേ. പിന്നെ അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഉമ്മയായാലും ഉപ്പയായാലും ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. അതുപോലെ വൈഫിൻ്റെ ഉമ്മ ഉപ്പ പലതവണ വിളിച്ച് കുട്ടീനെ അവളെ കാണാൻ പൂതിയാവുന്നുണ്ട്, അവൾക്ക് അവൾ ഓക്കെ ആണോ എന്നൊക്കെ വിളിച്ച് നമ്മൾ സംസാരിക്കും. ഓക്കെയാണ്, പക്ഷേ പ്രയാസം ഉണ്ടല്ലോ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സ്കൂളോ മദ്രസോ സ്കൂൾ അല്ലെങ്കിൽ മദ്രസ പോലെ സ്ഥാപനങ്ങളിൽ റുഷ്ദ എന്ന പേരുള്ള ചെറിയ മക്കളുണ്ടെങ്കിൽ പോലും അതിനെ മാറ്റി നിർത്തി കളിയാക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അങ്ങനെ ഒരു കുട്ടി ആ റുഷ്ദ എന്ന പേരുള്ള കുട്ടിയെ പോലും മാറ്റി നിർത്തി കളിയാക്കുക, റുഷ്ദ മോൾ തന്നിട്ട് മറ്റുള്ള കുട്ടികളൊക്കെ. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൻ്റെ വേദന എത്ര ഉണ്ടാവും? ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതേ അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ. ഈ നിലക്കെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ ഫസ്റ്റത്തെ 1-2 ദിവസം അല്ലാത്ത ദിവസങ്ങൾ മുഴുവനും എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾ മുഴുവൻ പൊരുത്തം ചോദിക്കലാണ്. അതായത് ഉസ്താദേ നമ്മൾ അറിയാതെ അങ്ങനെ ചെയ്തു പോയി, ട്രോളിൽ പോയി, നമ്മൾ ഭാര്യയുമായി ഇത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ചിരിച്ചു കളിച്ചു, ഇത് ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്തു, നമ്മൾ പൊരുത്തപ്പെട്ടു. അങ്ങനെ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നല്ല മനസ്സായ ആളുകളൊക്കെ വന്ന് അങ്ങനെ ഞങ്ങളോട് പൊരുത്തപ്പെടിച്ച സംഭവങ്ങളുണ്ട്. വൈഫിനോട് പൊരുത്തപ്പെടാൻ പറയണം, കുടുംബങ്ങളോട് പൊരുത്തപ്പെടാൻ പറയണം, പറഞ്ഞോട് ചെയ്തതല്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ മനസ്സിലായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉസ്താദ് പൊരുത്തപ്പെട്ടെൻ്റെ മനസ്സിൽ ഒന്നും വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് പലരും പൊരുത്തപ്പെടിക്കുന്നവരുണ്ട്. ഒരുപാട് പാട്ടുകളുണ്ട്, നല്ല നല്ല വരികളുള്ള ഒരുപാട് പാട്ടുകൾ. എല്ലാവർക്കും അറിയുന്ന 2 പാട്ടുകൾ. ഒന്ന് കൽബിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ എന്ന് തുടങ്ങുന്ന നല്ല അടിപൊളി പാട്ടുണ്ട്. പിന്നെ ഒന്ന് ഇഷ്ടം മദീന എന്നിഷ്കും മദീന, കൽബിൽ മദീന ഒന്നു കാണാൻ മദീന എന്ന് തുടങ്ങുന്ന അദ്ദേഹം എഴുതിയ പാട്ടാണ്. നല്ല എല്ലാവരും ഏറ്റെടുത്ത നല്ല. ഈ അഹമ്മദ് കുട്ടി ഐമുട്ടി എന്ന് വിളിക്കുന്നില്ലേ? നമുക്ക് ഐമുട്ടി എന്ന് വിളിക്കാം. ഈ ഐമുട്ടി എന്ന് പറയുന്ന വ്യക്തി എഴുതി ചൊല്ലിയ മധുഹ് ഗാനമാണ് ഇപ്പോൾ പാടി. ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, കാരണം അത്രയധികം പ്രശസ്തമാണ്. അദ്ദേഹം തന്നെയാണ് ഈ റുഷ്ദ മോൾ എന്ന് പറയുന്ന ആ പ്രയോഗം, അത് അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റായിട്ട് പ്രയോഗിച്ചതോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്തോ നമ്മളെ ചില കഷ്ടകാല സമയം എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് ഒരാളിൽ നിന്ന് വരുന്നത് വലിയ നാശത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് അത് വന്നത്. അതെ, അതിപ്പോൾ സംഭവിച്ചു പോയതാണ്. ആ ഒരു സദസ്സും ആ ഒരു ഇതൊക്കെ നോക്കണമായിരുന്നു. അത് സംഭവിച്ചു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും മൂപ്പരെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് പൊരുത്തം ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുമുണ്ട്. ഇനി അതിന്റെ പേരിൽ ഇനി മൂപ്പരെയോ ഞങ്ങളെയോ ആരും ഇടങ്ങാറാക്കാൻ ആരും വരണ്ട.